ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തില് സ്നാപയോനാന്റെ നല്ല തീ പാറുന്ന വാക്കുകളാണ് നമ്മൾ വായിച്ചു കേട്ടത് അല്ലെ. സ്നാപയോനാന്റെ അടുത്തേക്ക് ആളുകൾ വന്നിട്ട് പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ജ്ഞാനസ്നാനം സ്വീകരിക്കുകയാണ്. ഫരിസേരൊക്കെ വരുന്നത് കണ്ട് സ്നാപയോനൻ അവരോട് ദേഷ്യത്തിൽ സംസാരിക്കുകയാണ് അല്ലെ. അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്നും നീങ്ങാനായിട്ട് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തീ പാറുന്ന വാക്കുകളോടെ അവരോട് സംസാരിക്കുകയാണ് സ്നാപയോൻ. അതിനിടയിൽ സ്നാപയോനൻ ഒരു കാര്യം പറയുന്നുണ്ട്. സ്നാപയോനൻ പറയുകയാണ്, വൃക്ഷങ്ങളുടെ പേരിന് ഓടാലി വെക്കപ്പെട്ടു കഴിഞ്ഞു, നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും എന്ന് പറയുകയാണ്. എന്നിട്ട് സ്നാപയോനൻ ഇങ്ങനെ പറയുകയാണ്, ഞങ്ങൾക്ക് പിതാവായ അബ്രാഹം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അഭിമാനിക്കൊന്നും വേണ്ട. കാരണം ഈ കല്ലിൽ നിന്നും ദൈവത്തിന് മക്കളെ ഉണ്ടാക്കാൻ, അബ്രാഹത്തിന് വേണ്ടി മക്കളെ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് ഞങ്ങള് ഇന്ന ആളുടെ വംശപരമ്പരയിൽ പെട്ടതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന തറവാട്ടുകാരാണ്, ഞങ്ങൾ ഇന്ന സഭക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അഭിമാനിക്കാനുള്ള വകയൊന്നുമില്ല. അവനവന്റെ പ്രവർത്തികൾക്ക് അനുസരിച്ച് അവനവൻ വിധിക്കപ്പെടുമെന്ന് സ്നാപയോനൻ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാണ്. ഞങ്ങൾക്ക് പിതാവായിട്ട് അബ്രാഹമാണ്, ഞങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണ്, അതായത് എന്ത് ചെയ്താലും ഞങ്ങളെ രക്ഷപ്പെടും എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ അധികം അഹങ്കരിക്കേണ്ട. അവനവന്റെ പ്രവർത്തികൾക്ക് അനുസരണമാണ് ഓരോരുത്തരും വിധിക്കപ്പെടുക എന്ന് സ്നാപയോനൻ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു കുഞ്ഞു കാര്യം നമ്മുടെ മനസ്സിൽ വെക്കാം. നമ്മൾ ഓരോരുത്തരും വിധിക്കപ്പെടാനായിട്ട് പോകുന്നത്, ദൈവസന്നിധിയിൽ വിധിക്കപ്പെടാനായിട്ട് പോകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്ക് അനുസരണമായിട്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അതിനുള്ള പ്രതിഫലം നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അതിനുള്ള പ്രതിഫലം നമുക്കുണ്ട്. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് ചെയ്യുമ്പോൾ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട്